കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിലൂടെ അപകടകരമായ കാർ ഡ്രൈവിംഗ്. മുണ്ടക്കയം മുതൽ കൊടികുത്തി വരെയാണ് സാഹസികമായി കാർ ഓടിച്ചത്. കൊടികുത്തിക്ക് സമീപത്ത് നിന്ന് കാർ കസ്റ്റഡിയിലെടുത്തു. അമിതമായി മദ്യപിച്ചാണ് ഡ്രൈവർ വാഹനം ഓടിച്ചിരുന്നതെന്നും കണ്ടെത്തി. ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. രാഹുൽ, ഇടുക്കിയിലെ റോഡുകളിലെ ഈ അപകടകരമായ ഡ്രൈവിങ്ങും അഭ്യാസങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം വാർത്തയായതാണ്. ഇത് ഇയാളെ വാഹനം തടഞ്ഞു നിർത്തി അപകടമുണ്ടാക്കാതെ മറ്റാർക്കും പരിക്കൊന്നും ഏൽക്കാതെ തടഞ്ഞു നിർത്താനൊക്കെ സാധിച്ചോ? തടഞ്ഞു നിർത്തുകയായിരുന്നില്ല. ഈ വാഹനം ഓടിച്ചിരുന്ന ആള് അമിതമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഈ റോഡിലെ അഭ്യാസ പ്രകടനം അല്ലെങ്കിൽ ഈ അപകടകരമായ യാത്രയൊക്കെ കഴിഞ്ഞ് കൊടികുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വാഹനം ഒതുക്കിയിട്ട് സുഖമായി ഇയാൾ ഉറങ്ങുകയായിരുന്നു. ഈ അപകടകരമായി ഓടുന്ന ഈ കാറിന്റെ പിന്നാലെ വന്ന വാഹനത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഈ കാറിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ പെരുവന്താനം പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയും അതുപോലെ തന്നെ ഈ കൊടികുത്തിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഈ കാർ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യവും വ്യക്തവുമാണ്. തലനാരിഴയ്ക്കാണ് അപകടം ഉണ്ടാകുന്നത്. ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വരുന്നു, അതിനുശേഷം ആ വണ്ടി ആ ഒരു കാനയിലേക്ക് പോകുന്നു, പിന്നീട് വേഗതയിൽ മുന്നോട്ട് പോകുന്നു. റോഡിൽ വട്ടം തിരിഞ്ഞ് അത് റോഡിൽ നിന്ന് തെന്നി മാറുന്നത് വരെ നമുക്ക് കൃത്യമായി കാണാം. എതിർ ദിശയിൽ ഒരു വാഹനമോ ഒരു ബൈക്കോ കാറോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വലിയ തരത്തിൽ അപകടം ഉണ്ടായേനെ. അത് മറ്റുള്ളവർ കാൽനട യാത്രക്കാരുണ്ടായിരുന്നെ അവർക്ക് അപകടം ഉണ്ടായേനെ. എന്തായാലും വലിയ തരത്തിലുള്ള തെറ്റ് തന്നെയാണ്, നിയമലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നത്. കൃത്യമായ ഇടപെടൽ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗൂഗിൾ തീർച്ചയായും ആ യാത്ര കണ്ടാൽ അറിയാൻ തരിമ്പ് വെളിവില്ലാതെയാണ് ആ വാഹനം ഓടിക്കുന്നത്. എതിരെ വരുന്ന വാഹനങ്ങളും നാട്ടുകാരും റോഡിലുണ്ടായിരുന്നവരൊക്കെ രക്ഷപ്പെട്ടത് മഹാഭാഗ്യം. ഏതായാലും ഈ അപകടകരമായ ഡ്രൈവിംഗ് ആണ് മുണ്ടക്കയം മുതൽ കൊടികുത്തി വരെ സാഹസികമായി കാർ ഓടിച്ച മദ്യപൻ നടത്തിയത്. ഏതായാലും ഇപ്പോൾ ഈ കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.